ഇന്ന് നമ്മൾ ഈ ഓട്ടോയുടെ ഫിൽറ്റർ ഊരിയെടുത്തതിന് ശേഷം എയർ ഫിൽറ്റർ ഊരിയെടുത്തതിന് ശേഷം അത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. പ്രഷർ വാഷർ ഉപയോഗിച്ച് വെള്ളം അടിച്ചാണ് അത് ക്ലീൻ ചെയ്യുന്നത്. ശരിക്കും അത് ക്ലീൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ഫിൽറ്റർ 20,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഫിൽറ്റർ യൂണിറ്റ്. ഈ ഒരു 3 ക്ലിപ്പ് ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഫിൽറ്റർ ചെയ്യുന്ന ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനുള്ളിലേക്ക് കടന്നു വരുന്ന വായുവിനെ അല്ലെങ്കിൽ കാറ്റിനെ അല്ലെങ്കിൽ എയറിനെ ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് എഞ്ചിനുള്ളിലേക്ക് എത്തിക്കുക എന്നൊരു ധർമ്മമാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിൽറ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒത്തിരി ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, നല്ല പൊടി പിടിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചിടാൻ പോവുകയാണ്. അടുത്ത സർവീസിന് ചെല്ലുമ്പോൾ പുതിയ ഫിൽറ്റർ മേടിച്ചിടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ BS6 ഓട്ടോയുടെ ഫിൽറ്റർ റിമൂവ് ചെയ്തെടുക്കുന്നത്? നമുക്കിത് പ്രഷർ വാഷർ ഉപയോഗിച്ച് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ എയർ അടിച്ച് ക്ലീനും ചെയ്യാം. അതുമല്ലെങ്കിൽ ഇതുപോലെ കൊട്ടിയിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. പക്ഷേ അത് അത്രയും ക്ലീൻ ആവത്തില്ല. ഈ പ്രഷർ വാഷർ ഉപയോഗിച്ചാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫിൽറ്റർ വെള്ളമടിച്ച് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് റീഫിറ്റ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ആ ഫിൽറ്ററിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൊട്ടിക്കളഞ്ഞ് ഒന്ന് കുറച്ച് നേരം വെള്ളം തോരാൻ വച്ചതിന് ശേഷം ഇതിലേക്ക് തിരിച്ച് റീഫിറ്റ് ചെയ്യുക. ആ വെള്ളത്തോടു കൂടി വന്ന് റീഫിറ്റ് ചെയ്യാണ്ടിരിക്കുക. വെള്ളം തോർന്നതിന് ശേഷം റീഫിറ്റ് ചെയ്യുക. ഇതുപോലെ റീഫിറ്റ് ചെയ്താൽ മതിയാവും. ഫിൽറ്ററിൻ്റെ അടപ്പിന് കറക്റ്റായിട്ടൊരു വെട്ടുണ്ട്. ആ വെട്ടിലേക്ക് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് ഇടുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരാം. ഗുഡ് ബൈ.